ഹലോ മച്ചാൻ, എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് പോകുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ചിത്രത്തെ കാണുന്ന പോലെയാണ് നമ്മൾ ഒരു വള്ളം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം അതിനായിട്ട് നമ്മൾ അളവെല്ലാം എടുത്ത് സെറ്റ് ചെയ്യുകയാണ്. ഇപ്പം എൻ്റെ ഇച്ചിരി പണിയാണിത്. തോനെയും വീഡിയോ ഞങ്ങൾ കട്ട് ചെയ്താണ് കാണിക്കുന്നത്. ഒരു തോനെയും സമയമെടുത്ത് ഇപ്പം നമ്മൾ രണ്ടിടത്തും അളവ് ചെയ്ത് അവിടെ ഇച്ചിരി തെറ്റിയായിരുന്നു. അപ്പം നമ്മളവിടെ ഇങ്ങനെ വരച്ചെടുത്ത് സെറ്റ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ അവിടെ ഒരു ചെറിയൊരു മാർക്ക് ഇട്ടത് നമ്മൾ ഒരു കട്ട് ചെയ്യണ്ടായോ, അതിനായിട്ടുള്ള മാർക്ക് ഇതാണ്. അപ്പം നമ്മളവിടെ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ബ്ലേഡ് വെച്ചാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധയോടെ കട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു പണി വന്നാൽ പിന്നെ എല്ലാം പോയി. അതായത് ഇനി ഇത് നമ്മുടെ വള്ളത്തിൻ്റെ സൈഡ് വശമാണ്. ഇനി കട്ടെല്ലാം ചെയ്ത് സെറ്റ് ചെയ്തെടുത്തപ്പോഴുണ്ട്. അപ്പോൾ ഇതേപോലെ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു മോഡൽ, അത് വള്ളത്തിൻ്റെ ഷേപ്പ് പോലെ കിട്ടാൻ വേണ്ടിയുള്ള മോഡലാണ് ഇപ്പം കാണിച്ചത്. ഇനി നമ്മൾ രണ്ടെണ്ണവും കട്ട് ചെയ്യണം, അടിയിരിക്കുന്ന രണ്ടെണ്ണവും കട്ട് ചെയ്യണം. അത് മെഷർമെൻറ്റ് ചെയ്യുകയാണ്. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ അതിൻ്റെ ഒരു അളവെടുത്ത്, ചെറിയൊരു പൊങ്ങിയിരിക്കും, അതിൻ്റെ അളവെടുത്ത് പുറത്തോട്ടും ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. പിന്നെ അതൊന്ന് വരച്ചെടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് രണ്ടും സെറ്റായിട്ടുണ്ട്. ഇനി ഇപ്പം നിങ്ങൾ കാണാമല്ലോ, നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്ന രീതി നമ്മൾ വെച്ചിട്ട് സെറ്റ് ചെയ്യാനാണ് പരിപാടി. നമ്മളത് ഒട്ടിച്ച് വെച്ച് ഇനി ഒരു അകന്നിരിക്കാൻ വേണ്ടി രണ്ട് ഈർക്കിലെടുത്ത് വെക്കുവാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഫെവിക്വിക്കാണ് ഒട്ടിക്കാനെടുക്കുന്നത്. പക്ഷേ നമ്മൾ അതെല്ലാം ഈർക്കിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒട്ടിക്കാൻ പോവുകയാണ്. ഇങ്ങനെ വെച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത് അടിവശം. അപ്പം നമ്മളത് വെച്ച് ഇങ്ങനെ ഒട്ടിക്കാൻ പോവുകയാണ്. നമ്മൾ നല്ല തോനെ സമയം എടുത്തുകൊണ്ടാണ് നമ്മൾ കുറച്ച് കട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, കുറച്ച് കട്ട് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അത് ഒട്ടിക്കുവാണ്. അങ്ങനെ നമ്മൾ ആകാംവശം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വെളിവശമാണ്. അങ്ങനെ നമ്മൾ വെളിവശവും ഒട്ടിച്ചെടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ. ഒട്ടിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒട്ടിയിരിക്കുന്നുമല്ല. അവന് നമ്മൾ കട്ട് ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ. ഇനി നമ്മൾ അത് കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ ലോങ് ആയതുകൊണ്ട് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തിട്ടിപ്പം അവിടെ ഇച്ചിരി ഒന്ന് കത്രി വെച്ച് ഷേപ്പാക്കി എടുത്ത് ഇപ്പോൾ നമ്മൾ ഈർക്കിൽ കളഞ്ഞ് ഇപ്പം നമ്മുടെ ഒരു ഏകദേശം ലുക്ക് ഇതായി. ഇനി നമ്മുടെ ഉള്ളിലെ വർക്കുകളെല്ലാം കൂടെ ലോങ് ആയതുകൊണ്ട് ഞങ്ങൾ പാതിക്ക് വെച്ച് കട്ട് ചെയ്താണ് നമ്മൾ കാണിക്കുന്നത്. ഉള്ളിലെ വർക്കൊക്കെ തോനെ ആയതുകൊണ്ടേ കാണിക്കണമെന്നുണ്ട്, പക്ഷേ ലോങ് ആവും വീഡിയോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളത് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പുള്ള ലുക്ക് ഇതാണ്. ഇനി നമ്മൾ പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ കാണാം. അങ്ങനെ നമ്മൾ പെയിൻ്റ് എല്ലാം അടിച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. വീഡിയോ എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്ന് അറിയത്തില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ നിൽക്കുക. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പിന്നെയും കാണാം.